എടാ പിള്ളേരെ, +1 ഫിസിക്സിൽ ന്യൂമറിക്കലിൻ്റെ ഒരു സെക്ഷൻ ഒരുപാട് കുട്ടികളെ കുഴപ്പിക്കാറുണ്ട്. അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒരേ ഒരു കോഡ് പഠിക്കാൻ റെഡിയാണെങ്കിൽ ഫിസിക്സിലെ ഏത് ന്യൂമറിക്കൽ നിങ്ങളോട് ചോദിച്ചാലും ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. റെഡി? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ കോഡ് അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഈ കോഡ് ജസ്റ്റ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. A BMW car moves with the initial speed 10 meter per second and acceleration 3 meter per second square for 2 seconds. Find its distance. ഇതല്ലേ ചോദ്യം. ഓക്കെ, ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റെഡി? ഇനി നിങ്ങൾ കോഡിലേക്ക് നോക്ക്. കോഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്നാ? ജി. ഓക്കെ, ജി എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് ഗിവൺ ആണ്. ഗിവൺ അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം ആദ്യം എടുത്തെഴുതണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എടുത്ത് എഴുതിക്കോണം. ഇനീഷ്യൽ സ്പീഡിനെ യു എന്ന് ഞാൻ വിളിച്ചു. യു ഈസ് ഈക്വൽ ടു 10 meter per second. ആക്സലറേഷൻ എ ഈക്വൽ ടു 3 meter per second square. ഓക്കെ, ടൈം എത്ര? ടി ഈക്വൽ ടു 2 seconds എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ലെറ്റർ നോക്ക്. അടുത്ത ലെറ്റർ യു അല്ലേ? യു എന്ന് പറഞ്ഞാൽ അൺനോൺ. ഓക്കെ, നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി, അറിയാത്ത കാര്യം. ഓക്കെ, ഇവിടെ എന്താ അറിയാത്ത? ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസിനെ ഇപ്പോൾ തൽക്കാലം എസ് എന്ന് വിളിക്കാം. അപ്പോൾ എസ് അറിയില്ല, അതായത് ഡിസ്റ്റൻസ് ആട്ടോ, അതറിയില്ല. ഓക്കെ, ഇനി അടുത്ത തന്നെ. അപ്പോൾ യു എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഇ. ഇ എന്ന് പറഞ്ഞാൽ ഇക്വേഷനാണ്. ഓക്കെ, ഇക്വേഷൻ. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് പഠിക്കണം കേട്ടോ, അത് വിട്ടു പോരുത്, അത് പഠിക്കണം. അപ്പോൾ എഴുത് ഇക്വേഷൻ തന്നെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അത് എഴുതി. അപ്പോൾ ഇ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്ത ലെറ്റർ ഏതാ? അടുത്ത ലെറ്റർ എസ്. എസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്ത് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഇടാം. നോക്കുവാണേ, എസ് ഈക്വൽ ടു യു എത്ര? യു 10 ആണ് തന്നിട്ടുണ്ട്. ടി എത്ര? ടി 2 ആണ്. അപ്പോൾ ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. എ എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. അപ്പോൾ 3 ടി സ്ക്വയർ. ടി നമുക്കറിയാത്ത 2 ആണ്. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ ആ എസിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഈ ലാസ്റ്റ് എസ്, ഒരേ ഒരു എസ്സും കൂടെ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ സോൾവ്. സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എസ് ഈക്വൽ ടു 10 × 2 20 പ്ലസ് ഹാഫ് അങ്ങനെ തന്നെ വെക്കുക. 3 × 4 എത്ര? 3 × 4 12. ഓക്കെ, 12ൻ്റെ പകുതി എടുക്കുക. 12ൻ്റെ പകുതി. ഓക്കെ, 12ൻ്റെ പകുതി എത്ര? 6. അപ്പോൾ എസ് ഈക്വൽ ടു 26 എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ടീച്ചർ നിങ്ങളുടെ 1/2 മാർക്ക് കട്ട് ചെയ്യും. എന്തിനാണെന്നറിയോ? നിങ്ങൾ യൂണിറ്റ് എഴുതണം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എത്ര? മീറ്റർ. അത് എഴുതുക. ഇത്രേ ഉള്ളൂ പരിപാടി.